നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ മഴ അത് ശക്തമായിട്ടുണ്ടല്ലേ രാഹുൽ? തീർച്ചയായും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മഴ മാറി നിന്നു എന്നതാണ് രക്ഷാദൗത്യം വളരെ ഒരു അനുകൂലമായി നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ശക്തിപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ അതിശക്തമായ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇപ്പോഴുള്ള ഈ മഴ വകവെക്കാതെ രക്ഷാദൗത്യം പുരോഗമിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ രീതിയിൽ ചെളി രൂപപ്പെടുകയും അതുപോലെ ഈ മലയുടെ മുകളിൽ നിന്ന് മണ്ണ് വീണ്ടും ഒഴുകി താഴേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി മാറുകയാണ് ചെയ്യുക. പക്ഷേ മഴ മാറി നിൽക്കും എന്നൊരു പ്രതീക്ഷ, മാറി നിൽക്കണമെന്നൊരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും തന്നെയായി ഉള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും ഉണ്ടായതുപോലെയല്ല നിലവിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്, പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മണ്ണ് നീക്കലിനൊക്കെ വളരെ വേഗത കൈവന്നിട്ടുണ്ട് എന്നതാണ്. 6 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് നിലവിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ലോറികളിൽ മണ്ണ് അതെടുത്ത് ഈ സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയായി കൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പുഴയിലും കാര്യമായ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് വലിയൊരു മല, അതിന് തൊട്ട് താഴെ ദേശീയപാത, തൊട്ട് താഴെയായി ഗംഗാവലി പുഴ കുത്തിയൊഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഈ മലയുടെ ഇടിഞ്ഞു വന്ന വലിയൊരു ഭാഗം മണ്ണ് പുഴയിലേക്കാണ് ഒഴുകിപ്പോയിരുന്നത്. നിരവധി വാഹനങ്ങളും പുഴയിലേക്ക് വീണിരുന്നു. അതായത് ഇന്ധന ടാങ്കർ അടക്കം പുഴയിൽ ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെ എത്തി, ദൗത്യസംഘം എത്തി മാറ്റുകയാണ് ഉണ്ടായത്. പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട് നാവികസേനയുടെ നേതൃത്വത്തിൽ. കാരണം അർജുൻ മാത്രമല്ല, പ്രദേശവാസികളായ 2 പേർ കൂടി മിസ്സിംഗ് ആണ്. അവരിനി പുഴയുടെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടോ എന്നൊക്കെ തിരയുന്നതിൻ്റെ ഭാഗമായി പുഴയിൽ തന്നെ പല സ്ഥലങ്ങളിലായി നാവികസേനയുടെ തിരച്ചിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. ഒപ്പം പുഴയുടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്നു എന്നതാണ്. നിലവിലെന്തായാലും മഴ പെയ്യുന്നുണ്ട്, ശക്തി കുറയുന്നുണ്ട്, ശക്തി ഏറുന്നുണ്ട്. അങ്ങനെ ഏറിയും കുറഞ്ഞും മഴ പെയ്യുന്നുണ്ട് എന്നതാണ്. അത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകാതിരുന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന അതേ വേഗതയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വൈകാതെ നമുക്ക് ശുഭകരമായ വാർത്ത, ഒരു വിവരം ലഭിക്കും എന്നതാണ്. അത് പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. സൈന്യം കൂടി അല്പസമയത്തിനകം തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. ബെൽഗാമിൽ നിന്ന് സൈന്യം പുറപ്പെട്ടു എന്ന പുതിയ വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഊർജിതമായി രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നതാണ് നിലവിൽ നമുക്ക് സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിധത്തിൽ ഈ വേഗതയോടുകൂടി രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ആഗ്രഹിച്ചെന്ന ഒരു വിവരം വാർത്ത എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ്. പക്ഷെ അങ്ങനെ അല്ല ഉണ്ടായത്. കുടുംബം വളരെ നിരാശയിലായിരുന്നു. ദൗത്യം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് ദൗത്യത്തിൽ ഏകോപനമില്ല എന്ന പരാതി അവർ പലതവണയായി ഉന്നയിച്ചതാണ്. ആദ്യം പോലീസിനെ വിവരം അറിയിച്ചിട്ടും കൃത്യമായി ഇടപെടൽ ഉണ്ടായില്ല എന്നതടക്കമുള്ള പരാതി അവർ ഉന്നയിച്ചതാണ്. ഇതിനൊക്കെ ശേഷം പല രീതിയിൽ ഇടപെടലുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു രക്ഷാ ദൗത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ മഴ പെയ്യുന്നു എന്നുള്ളത് കുറച്ച് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ മഴ മാറി നിൽക്കും എന്നൊരു പ്രതീക്ഷയാണ്. ശ്രീധര, ഇപ്പോൾ രാവിലെയൊക്കെ മഴ കാര്യമായി തന്നെ മാറി നിൽക്കുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എങ്കിലും രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. മഴ ഒരു ബുദ്ധിമുട്ടായി മാറുമോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ മഴ വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കനത്ത മഴയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ തോതിൽ മഴ പെയ്യുന്നു എന്നുള്ളത് നമുക്ക് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. പക്ഷേ ഈ കോരിച്ചൊരിയുന്ന മഴയിലും രക്ഷാപ്രവർത്തനം ഇല്ല, അത് മുന്നോട്ട് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ വളരെയധികം ശക്തമായപ്പോൾ ഇങ്ങനെ നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇന്ന് അല്പം സ്ഥിതി ഭേദമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം മഴയത്തും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ മഴയത്തും ഈ മണ്ണ് മാറ്റുന്ന ജോലികളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കനത്ത മഴയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും
ഈ ശക്തമായ മഴയിലും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനി ആർമിയുടെ വരവിനാണ് കാത്തിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ബലഗാവിൽ നിന്നുള്ള സൈന്യം ഇവിടേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആ കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഏതായാലും ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു നടപടികൾ നിൽക്കുന്നു. ഇപ്പോൾ KV രാഹുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മഴ പെയ്യുന്നു എന്നത് തന്നെയാണ് നിലവിൽ. പക്ഷേ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും വന്നിട്ടില്ല. ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവഗണിച്ചുകൊണ്ടും ഈ ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8:30-ക്ക് രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു. മിനിഞ്ഞാന്ന് 9 മണി വരെ തുടർന്നിരുന്നു. പക്ഷേ ഇന്നലെ 8 മണിയോടുകൂടി തിരച്ചിൽ നിർത്തുകയാണ് ഉണ്ടായത്. മഴയാണ് വെല്ലുവിളിയായി വന്നത്. ഒപ്പം വെളിച്ചക്കുറവ്, വെളിച്ചം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് ഇന്നലെ വെല്ലുവിളിയായി നിന്നിരുന്നത്. പക്ഷേ അതിന് ശേഷമൊക്കെ മഴ മാറി നിന്നു എന്നത് ഏറെ ആശ്വാസം നൽകിയ കാര്യമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു മണിക്കൂറിൽ മഴ പെയ്യുന്നുണ്ട് എന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ ആ മഴ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ്. വളരെ ഊർജിതമായി തന്നെ മണ്ണ് നീക്കുന്നതടക്കം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും ആശാവഹമായ കാര്യം തന്നെയാണ്. ഇപ്പം മുകളിൽ നിന്ന് നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങളിൽ കാണിക്കുകയും അതുപോലെ പറയുകയും ചെയ്ത കാര്യമാണ്. മലയിടിച്ചിൽ ഉണ്ടായതിനു പിന്നാലെ തന്നെ നീർച്ചാലുകൾ പലത് മലയ്ക്ക് മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം താഴത്തേക്ക് കുത്തിയൊഴുകി വരുന്നുണ്ട് ഇപ്പോഴും. അത് ദൃശ്യങ്ങളിൽ നിന്ന്. ശരി രാഹുൽ, ശ്രീധരൻ, ഞാൻ എത്താം. ഇടവിട്ടുള്ള കനത്ത മഴ അവിടെ പെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ആ മഴ വകവയ്ക്കാതെയും ദൗത്യം അവിടെ തുടരുകയാണ്.